ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഓരോ ഘടകങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്യേണ്ട തയ്യാറെടുപ്പുകളൊക്കെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പല തവണ, അതായത് ചുമതലയേറ്റ് 4ാമത്തെ ദിവസം തന്നെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും യോഗം വിളിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആറ്റുകാൽ ട്രസ്റ്റിൻ്റെ ആൾക്കാരുൾപ്പെടെ അതിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരുടെ യോഗം ചേർന്നിരുന്നു. അതിൽ തന്നെ നമ്മൾ എല്ലാ ഘട്ടവും വിലയിരുത്തൽ നടത്തി. ഏറ്റവും സന്തോഷകരമായ കാര്യം, സാധാരണ ആറ്റുകാൽ പൊങ്കാലയുടെ തലേദിവസമൊക്കെയാണ് റോഡിൻ്റെയൊക്കെ ടാറിംഗ് പണി പൂർത്തിയാവുന്നത്. ഞങ്ങൾ ഈ ഒരു ഫെബ്രുവരി 15-ാം തീയതി കൊണ്ട് തന്നെ എല്ലാ റോഡിൻ്റെയും ടാറിംഗ് വർക്ക് പൂർത്തിയാക്കി. അതുകൊണ്ട് തന്നെ നിലവാരമുള്ള തരത്തിൽ കൃത്യമായിട്ട് മേൽനോട്ടം വഹിച്ച് നിർവഹിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ മറ്റുള്ള ക്ലീനിങ് ആണ് പിന്നീട് കോർപ്പറേഷൻ ഇടപെട്ട് ചെയ്യേണ്ടത്. പൊങ്കാലയ്ക്ക് ശേഷമുള്ള ക്ലീനിങ്, പൊങ്കാലയ്ക്ക് മുമ്പുള്ള ക്ലീനിങ് ആണ്. അതിനുവേണ്ടി നഗര ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് സെക്ഷൻ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊങ്കാലയ്ക്ക് ശേഷം നഗര ശുചിയാക്കുന്നതിന് വേണ്ടി 3000 തൊഴിലാളികളെ ആ ദിവസത്തേക്ക് ഞങ്ങൾ ഹയർ ചെയ്തിട്ടുണ്ട്. 210 ടിപ്പർ ലോറികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചവറ് മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്ന സ്ഥലത്ത് അതിനെ ഒന്ന് നിരപ്പാക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി JCB, ഇവിടെ എന്തെങ്കിലും തീപിടുത്തം മാലിന്യങ്ങൾ കൊണ്ടുപോകുമ്പോഴേക്കും ഇതിലൊക്കെ തന്നെ അടുപ്പ് കത്തിച്ചതിൻ്റെ തീ ഉണ്ടാവും. ആ തീ കെടുത്താൻ വേണ്ടി അതാത് സ്ഥലങ്ങളിൽ ഫയർ എഞ്ചിൻ, പൊങ്കാലയ്ക്ക് ശേഷം ചുടുകല്ല് വാരി മാറ്റുവാനും അത് ശേഖരിക്കുവാനുമുള്ള സംവിധാനം, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ശുചീകരണ തൊഴിലാളികൾക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്നദാനം കൊടുക്കുന്ന കേന്ദ്രങ്ങളിൽ അത് കോർപ്പറേഷനിൽ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുവാനും അവർക്ക് പലതവണ മീറ്റിംഗ് വിളിച്ച് കൃത്യമായ കർശനമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു കോർപ്പറേഷൻ ഇടപെട്ട് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോർപ്പറേഷൻ തന്നെ മുൻകൈയെടുത്തുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ കുടിവെള്ളക്ഷാമം എവിടെയെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന എല്ലാ പ്രദേശങ്ങളിലും കോർപ്പറേഷൻ്റെ ചെലവിൽ തന്നെ കോർപ്പറേഷൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു ടാങ്കറും നിറയെ വെള്ളവും എല്ലാ സമയത്തും ആ വാർഡുകളിൽ ഓരോ വാർഡിനും ഓരോ ടാങ്കർ വെച്ച് ഞങ്ങൾ നൽകുകയാണ്. അവിടുത്തെ കൗൺസിലറുടെയും അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെയും മേൽനോട്ടത്തിലായിരിക്കും ആ ടാങ്കറുകൾ പ്രവർത്തിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് 8 ടാങ്കറുകൾ അതിൻ്റെ പരിസരത്തായിട്ടുണ്ടാവും. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ്റെ കൺട്രോൾ റൂമിൽ നിന്നും ലഭിക്കുന്ന ആവശ്യവും അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളും അനുസരിച്ചായിരിക്കണം ഈ ടാങ്കറുകൾ എല്ലാ സ്ഥലത്തും എത്തിച്ചേരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പലതവണ യോഗം ചേർന്ന് വിലയിരുത്തിയിട്ടുണ്ട്. ഇന്നും ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് യോഗം ചേർന്നിരുന്നു. അവിടെയൊക്കെ തന്നെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക ഘടകം പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ആൾക്കാരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് തന്നെ ഉയരുവാനും കാര്യങ്ങൾ ചെയ്യുവാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരും വളരെ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. ജനങ്ങൾ സഹകരിക്കുന്നുണ്ട്. സന്നദ്ധ സംഘടനകളൊക്കെ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അക്കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ എല്ലാം ഭംഗിയായിട്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ ആറ്റുകാൽ പൊങ്കാല നടത്തിയെടുക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അതായത് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ വാട്ടർ അതോറിറ്റിയാണ് കുടിവെള്ള സപ്ലൈയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് വാട്ടർ അതോറിറ്റിക്കാണ്. എന്നാൽ വാട്ടർ അതോറിറ്റി കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായിട്ട് പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു വാർഡിന് ഒരു ടാങ്കർ ആ ടാങ്കർ നിറയെ വെള്ളവും സൗജന്യമായി ആ വാർഡിലെ കൗൺസിലറും അതോടൊപ്പം തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറും, അതായത് കൗൺസിലറൊക്കെ ആയിരിക്കും ആ വാർഡിൽ എവിടെയൊക്കെയാണ് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളത് നേരിട്ട് അറിയാൻ പറ്റുന്നത് കൗൺസിലർമാർക്കായിരിക്കും. അതിന് കോർപ്പറേഷൻ ആ ടാങ്കറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി കോർപ്പറേഷൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടാവും. അങ്ങനെ അവർ ചേരുന്ന ഒരു ടീം ആ കോർപ്പറേഷനിൽ പൂർണ്ണമായിട്ട് ആ വാർഡിൽ പൂർണ്ണമായിട്ട് ആ ടാങ്കർ ഒരു ദിവസത്തെ ആവശ്യം കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചുവിടണ്ട. കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന് ശേഷം മാത്രം ആ ടാങ്കർ ഞങ്ങൾ തിരിച്ചു വിളിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പോലീസുമായി പലതരത്തിലുള്ള യോഗങ്ങൾ ചേർന്നിരുന്നു. ഇന്നും പോലീസ് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണർ പ്രതിനിധിയായിട്ട് ഇവിടെ പങ്കെടുത്തിരുന്നു. അവരുൾപ്പെടെയുള്ള വിശദമായ വിലയിരുത്തൽ യോഗം ചേർന്നിരുന്നു. പോലീസ് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്നും പിന്നെ ഈ പോക്കറ്റടിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ, സ്നാച്ചിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ തമിഴ്നാട്ടിൽ പോലീസിൽ നിന്നുൾപ്പെടെ, കാരണം തമിഴ്നാട്ടിൽ നിന്നും ചില സംഘങ്ങൾ, ഈ മാല പൊട്ടിക്കൽ സംഘങ്ങളൊക്കെ തന്നെ ഉത്സവ സമയത്ത് സജീവമാകുന്നുണ്ട് സമീപ പ്രദേശങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസിൻ്റെ ഉൾപ്പെടെ സംഘങ്ങളെ വരുത്തിയിട്ടുണ്ട്. പിന്നെ സ്ഥിരമായി ചെയിൻ സ്നാച്ചിങ് ആൾക്കാരുടെയൊക്കെ ഫോട്ടോ സ്ഥലങ്ങളിൽ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രദർശിപ്പിക്കുന്നതിനുള്ള ക്രമീകരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോലീസുമായി ബന്ധപ്പെട്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സജീവമായിട്ടുള്ള അറേഞ്ച്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. KSRTC എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ഇപ്പോൾ കൂടുതൽ തിരക്കുണ്ടാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അതിനനുസരിച്ചും ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പരമാവധി ഇലക്ട്രിക് ബസ്സുകൾ തന്നെ
രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ തവണയും KSRTC പാർക്ക് ചെയ്യുന്ന തരത്തിൽ, അതായത് അവർ ഇപ്പോൾ 2-ാം തീയതിയൊക്കെ തന്നെ പൊങ്കാലയ്ക്ക് ആൾക്കാർ വന്നാൽ ബസ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നേരത്തെ തന്നെ KSRTC കൃത്യമായ നിശ്ചിത എണ്ണം ബസ്സുകൾ പല തവണ വിലയിരുത്തി അവർ അവരുടേതായ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. കൗൺസിലർമാർ നല്ല കഠിനാധ്വാനം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും എല്ലാ കൗൺസിലർമാരും, ഇപ്പോൾ എല്ലാ കൗൺസിലർമാരും, ചില കൗൺസിലർമാരുടെ വാർഡുകളിൽ നിന്നും പൊങ്കാലയില്ല എങ്കിലും അവരവരുടെ വാർഡുകളിൽ നിന്ന് പൊങ്കാല അർപ്പിക്കാൻ വരുന്നവർക്ക് ആവശ്യമായ സഹായം ചെയ്ത് എല്ലാ കൗൺസിലർമാരും മുൻനിരയിൽ തന്നെയുണ്ട്. കൗൺസിലർമാരൊക്കെ തന്നെ കുറച്ച് കൂടുതൽ കഠിനാധ്വാനം ഈ ദിവസങ്ങൾ ചെയ്യേണ്ടി വരും. എല്ലാ കൗൺസിലർമാരും പൊങ്കാലയുടെ തയ്യാറെടുപ്പുകൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പൊങ്കാല കഴിഞ്ഞ് ജനങ്ങളൊക്കെ വീട്ടിലെത്തിയാലും നഗരം മുഴുവനും ശുചിയാക്കി പൂർണ്ണമായതിനു ശേഷം മാത്രമേ കൗൺസിലർമാരൊക്കെ തന്നെ വിശ്രമത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പോവുകയുള്ളൂ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. പൂർണ്ണമായിട്ട് പ്രതിപക്ഷ കൗൺസിലർമാരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നന്നായിട്ട് ഇക്കാര്യങ്ങൾ വിജയിക്കുവാൻ വേണ്ടി സഹകരിക്കുന്നുണ്ട്. എല്ലാ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, വിലയിരുത്തലുകളുണ്ട്. അതിൻ്റെ ആ ഒരു മേൽനോട്ടത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാം സുതാര്യമായിട്ട് നടക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട്. അതായത് വളരെ സ്വാഗതാർഹമായ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ സമീപത്തുള്ള ആരാധനാലയങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പൊങ്കാലയുടെ സ്വീകാര്യത വർദ്ധിക്കുകയും ജനങ്ങൾ കൂടുതലും വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ പാളയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എല്ലാ ആരാധനാലയങ്ങളും ഇത്തരത്തിലുള്ള ക്രമീകരണം നടത്തുന്നത് വളരെ നല്ല മനോഹരമായ ഒരു സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും അതിനെ തുറന്ന മനസ്സോടെ തന്നെയാണ് നമ്മളൊക്കെ തന്നെ സ്വാഗതം ചെയ്യുന്നത്.